ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് സിറ്റി ഓഫ് ലേക്സ് എന്നറിയപ്പെടുന്ന ഉദയപൂരിലാണ്. ഉദയപൂരിലെ സിറ്റി പാലസിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഉദയപൂരിലെ ചില വിശേഷങ്ങളാണ്. റുമ യേസിന്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തേക്ക് പോവുകയാണ്. അഡൾട്ടിന് 300 രൂപയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് 100 രൂപയുമാണ് പ്രവേശന ഫീ എന്ന് പറയുന്നത്. സീനിയർ സിറ്റിസണിനും അതുപോലെ ഡിഫൻസിനും ഇവിടെ കൺസെഷൻ ഉണ്ട്. നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കാണുന്ന ഒരു പ്രവേശന കവാടമാണ് ഇവിടെ ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രവേശന കവാടവും അതിനോട് ചേർന്നുള്ള ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഒരു വേറെ തന്നെ ഒരു വൈബാണ്. കാരണം കൊട്ടാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ചായക്ക് ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് ഈ സിറ്റി പാലസ് മ്യൂസിയത്തിലേക്കാണ്. അതായത് ഇവിടെ സിറ്റി പാലസിൻ്റെ ഒരു മ്യൂസിയം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മൾ ആദ്യം പോയത്. അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആദ്യം കാണാൻ പറ്റുന്നത് ചേതകിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. ചേതക് എന്ന് പറയുന്നത് നമ്മുടെ മഹാരാജ റാണ പ്രതാപ് സിംഗിൻ്റെ കുതിരയാണ്. അതിൻ്റെ ഓർമ്മക്കായിട്ട് ഒരു സ്റ്റാച്ചു ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിയത്തിൽ ഇവർ സൂക്ഷിച്ചിട്ടുള്ളത് അദ്ദേഹമല്ല ആ ഒരു രാജവംശത്തിൽ യൂസ് ചെയ്തിരുന്ന കുറേ വാള്, പരിച, അതുപോലെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന പല പല കാര്യങ്ങൾ, സാധനങ്ങൾ, കവചം, പടച്ചട്ട, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റി. ഇതൊക്കെ ഇവർ വളരെ മനോഹരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഡാമേജസ് വരുത്താനോ ഉള്ള ഒരു ചാൻസും ഇല്ല. കാരണം അത്രയും പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഓരോ കാര്യങ്ങളും ഇവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. അവരുടെ ആയുധ ശേഖരം കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റിയത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയുധങ്ങൾക്കാണ് ഇവിടെ ഉള്ളത്. അതായത് പലതരത്തിലുള്ള ആയുധങ്ങൾ, ഒരുപാട് ആയുധങ്ങൾ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഒരു മ്യൂസിയത്തിൽ. അത് കണ്ടപ്പോൾ തന്നെ ശരിക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുതമാണ് തോന്നിയത്. കണ്ടില്ലേ, സ്പൂണാണിത്. ഈ ഒരു സ്പൂൺ അതായത് ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഇപ്പോൾ ഡൈനിങ് റൂമിലാണെങ്കിൽ ഈ സ്പൂണിലൂടെയും ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം, അതാണ് ഈ ഒരു സ്പൂണ് ആയുധമാക്കിയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ്. ഇത് കാണുന്നില്ലേ, ഇത് ആയുധമാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഫോർക്ക് ഉണ്ട്. പണ്ട് കാലത്തൊക്കെ ഈ സംഭവമൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതുപോലെ പെണ്ണ് കണ്ടില്ലേ, പെന്നിൽ ആയുധം, അതൊക്കെ ഗണ്ണായിട്ടാണ് ഈ ഒരു പെണ്ണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു പെന്നാണത്. അതുപോലെ പലതരത്തിലുള്ള ഗണ്ണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നത്. ഇത് ആ ഒരു മ്യൂസിയത്തിൻ്റെ അകംഭാഗമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സെറ്റിംഗാണ് ഇവിടെ കാണാൻ പറ്റിയത്. കാരണം ഒരു നടുമുറ്റം പോലത്തെ ഒരു ഐറ്റമാണ് ഈ ഒരു പാലസിൻ്റെ ഒരു നടുഭാഗത്തായിട്ടാണ് ഇതിലുള്ളത്. ഇവിടെ നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഐസ്ക്രീം ഷോപ്പൊക്കെ ഉണ്ട്. ഈ കാണുന്നത് ഐസ്ക്രീം ഷോപ്പാണ്. അവിടെ നിന്ന് റിലാക്സ് ഒക്കെ ചെയ്യാം. നമ്മൾ പോയ സമയത്ത് പെട്ടെന്നൊരു മഴയൊക്കെ പെയ്തു ഇവിടെ. അവിടെ നല്ലൊരു വൈബായിരുന്നു അവിടെ എത്തിയപ്പോൾ. പിന്നെ ഉള്ളത് ഇവിടുത്തെ വാൾ പെയിൻറ്റ്സ്. ഇത് കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ള, പറയാൻ വാക്കുകളിൽ. ഇതൊക്കെ ചുമരുകളാണ് കേട്ടോ. ഒരുപാട് ചുമർ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് തരത്തിലുള്ള കൊത്തുപണികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊന്ന് കാണുന്നത് ഇതാദ്യമായിട്ടാണ്. അത്രക്കും മനോഹരം. ഇത് വീഡിയോയിൽ എത്രത്തോളം മനോഹരമായിട്ട് കാണാൻ പറ്റുന്നെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും വാക്കുകൾ കൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ അവിടുത്തെ ഒരു ഫ്ലോർ വർക്കാണ്. ഇങ്ങനെയാണുള്ളത് ഫ്ലോർ വർക്കും കാര്യങ്ങളൊക്കെ. ഓരോ ഏരിയാസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ ഒരു പാത്രങ്ങളുടെ ഒരു സെറ്റിങ്സാണ്. അതാണിത്. നമ്മൾ നമ്മുടെ പക്ഷേ കിണ്ടിയാണിത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മൊന്ത എന്നൊക്കെ പറയുമല്ലേ. ഇത് കണ്ടില്ലേ, താഴെ ഒരുപാട് തരത്തിലുള്ള പാത്രങ്ങളുടെ ഒരു സ്റ്റോറേജാണിത്. അതുപോലെ പാവകളീൻ്റെ ഒരു പലതരത്തിലുള്ള പാവകളി ടൈപ്പിലൊരു സംഭവങ്ങളുണ്ട്. പിന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റ് കണ്ടില്ലേ, ഇതൊരു പുതുമയായിരുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇങ്ങനെയുള്ള ടോയ്ലറ്റ്സ് കണ്ടില്ലേ, മരത്തിൻ്റെ സ്റ്റൂള്. പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ കുറച്ച് രൂപങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു പോർഷനാണ്. ഇത് കാണുന്ന സമയത്ത് നോക്കിക്കേ, അരയണങ്ങളുടെ സ്ട്രക്ചറിലുള്ള വീണയൊക്കെ ഇവിടെ കാണാൻ പറ്റി. വളരെ മനോഹരമായിട്ടുള്ള ഒന്നിനും ഒരു ഡാമേജും പറ്റിയിട്ടില്ല എന്നതാണ് പറയാനുള്ളത്. എല്ലാം അത്ര എന്താ പറയുക, അത്രയും മനോഹരമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള വാദ്യോപകരണങ്ങൾ കാണാൻ പറ്റി. അതുപോലെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മഞ്ചൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതാ ടെലിഫോൺ കണ്ടില്ലേ, ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ടെലിഫോണിൻ്റെ ഒരു കളക്ഷൻ ആയിരുന്നു. ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തുള്ള വലിയൊരു എന്താ പറയുക കവാടമാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ്. ഇത് മുഴുവനും ഇങ്ങനെ കാണുന്നില്ലേ, മുള്ളുപോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഈ കാണുന്ന പിച്ചോള ലേക്കിലെ ബോട്ട് യാത്രയാണ് പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരുപാട് ബോട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്തു കൂടിയുള്ള ബോട്ട് യാത്ര ഇത് പുതുമയാർന്ന ഒന്നായിരുന്നു. കാരണം അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. നിങ്ങൾക്ക് ഈ ഒരു യാത്രയിലൂടെ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. കാരണം ഈ ഒരു വെള്ളത്തിലൂടെ ഞങ്ങൾ പോകുന്ന സമയത്ത് ചുറ്റും കണ്ട കാഴ്ചകൾ മുഴുവൻ കൊട്ടാരമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ താജ് റെസ്റ്റോറൻറ്റ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈബായിരുന്നു. അത് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. ഞാനത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ നോക്കൂ. ഇത്തരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ആയിരുന്നു ഈ ഒരു ലേക്കിനകത്ത്. അതായത് ചെറിയൊരു ദ്വീപ് പോലെയാണ് ഇവിടെയുള്ള ഈ ഒരു കൺസ്ട്രക്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാണാനുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. എല്ലാ യാത്രക്കാരും, ഓരോ ബോട്ടിലുള്ള യാത്രക്കാരൊക്കെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇത്തരത്തിലൊരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ മാത്രം കാണാൻ പറ്റുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും മനോഹരമായിരുന്നു.
ഈ ഒരു യാത്രയിൽ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. കാരണം പുതിയൊരു അനുഭവം തന്നെയായിരുന്നു ഈ ഒരു യാത്ര. അതുപോലെ യാത്രക്കാർക്ക് വേണ്ട രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഈ ഒരു ഡ്രൈവർ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഓരോ ബിൽഡിങ്ങിനെ പറ്റിയിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ ഒരു ബിൽഡിംഗ് എന്നൊക്കെ. കാരണം മനസ്സിലാകത്തില്ല എന്ത് ബിൽഡിംഗാണ് ഏത് ബിൽഡിംഗാണ് എന്ന യാതൊരു ധാരണയും ആർക്കും ഉണ്ടാവില്ല. കാരണം അത്രക്കും ഒരുപാട് തരത്തിലുള്ള ബിൽഡിങ്സ് ഇവിടെ കാണാനുണ്ട്. കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എല്ലാം കൊട്ടാരം തന്നെയാണെന്ന്. പക്ഷേ കൊട്ടാരമല്ല എന്നതാണ് സത്യം. താജ് റെസ്റ്റോറൻ്റൊക്കെ വരുന്നുണ്ട് ഈ ഒരു വെള്ളത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് താജ് റെസ്റ്റോറൻറ്റ് കാണാനുണ്ട്. അതുപോലെ ചെറിയൊരു ദ്വീപ് പോലൊരു ബിൽഡിംഗ് ഉണ്ട്. വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിൽഡിങ്സ് ആയിരുന്നു ഇവിടെ പൂർണ്ണമായിട്ടും കാണാൻ സാധിച്ചത്. അപ്പോൾ സിറ്റി പാലസിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. താങ്ക്